ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഇന്നത്തെ നമ്മുടെ വേദഭാഗം 2 ദിനവൃത്താന്തം 1 മുതൽ 3 വരെയുള്ള അധ്യായങ്ങൾ. ശലോമോൻ രാജാവിൻ്റെ ഭരണത്തിൻ്റെ ആരംഭത്തെക്കുറിച്ചാണ് ഇന്ന് നാം വേദഭാഗം വായിക്കുന്നത്. ഇവിടെ ശലോമോൻ ഒരു വലിയ ദൗത്യം ഏറ്റെടുക്കുന്നതായി കാണുന്നു. അത് അഭിമാനകരമായ പദവിയായിരുന്നു. ഈ സാഹചര്യങ്ങളെല്ലാം ശലോമോൻ കൈക്കൊള്ളുന്ന മനോഭാവം വളരെ പ്രാധാന്യമർഹിക്കുന്നതാണ്. ദൈവമേൽപ്പിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുന്നതിന് മുമ്പ് ഒരു വിശ്വാസിയുടെ മനോഭാവം എങ്ങനെയായിരിക്കണമെന്ന് നമുക്ക് ചിന്തിക്കാം. ആരാധനാ മനസ്സോടെ ജീവിക്കുക. ശലോമോൻ തൻ്റെ പദവി ആരംഭിക്കുന്നത് ആരാധനയോടെയാണ്. ഗിബിയോണിലെ പൂജാഗിരികൾ ചെന്ന് ദൈവത്തിന് അവൻ ഹോമയാഗങ്ങൾ അർപ്പിച്ചു. നമ്മുടെ ജീവിതത്തിൽ ആരാധനാലയങ്ങൾക്ക് ആരാധനയ്ക്കും പ്രഥമ സ്ഥാനം നൽകണം. ഏത് കാര്യം ചെയ്യുന്നതിനു മുമ്പും ദൈവത്തോട് ആലോചന ചോദിക്കണം. യൗവനത്തിൽ ശലോമോൻ തൻ്റെ പിതാവിനാൽ ദൈവത്തിൽ ആശ്രയിച്ചപ്പോൾ ദൈവം അദ്ദേഹത്തിന് ജ്ഞാനവും വിവേകവും പദവിക്ക് വേണ്ടിയുള്ള എല്ലാ നന്മകളും നൽകി അനുഗ്രഹിക്കുന്നതായി കാണാം. രണ്ടാമതായിട്ട് ദൈവിക അടിത്തറയിൽ ജീവിതം പണിയുക. ശലോമോൻ രാജാവ് ദേവാലയം പണിയാൻ തിരഞ്ഞെടുത്ത സ്ഥലം മോറിയ പർവ്വതമായിരുന്നു. ഈ പർവ്വതത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. അബ്രഹാം തൻ്റെ മകനായ ഇസഹാക്കിനെ യാഗം കഴിക്കുവാൻ കൊണ്ടുപോയ സ്ഥലം. അത്രയുമല്ല, ദാവീദ് രാജാവിന് ദൈവം ദർശനം നൽകിയ സ്ഥലമാണിത്. അത് യെബൂസ്യനായ ഒർന്നോൻ്റെ മെതികളും. അങ്ങനെ സവിശേഷമായ ചരിത്ര പ്രാധാന്യമുള്ള ആ സ്ഥലം ദേവാലയ നിർമ്മാണത്തിനായി ശലോമോൻ തിരഞ്ഞെടുത്തത് നമ്മുടെ ജീവിതവും ആരാധനാനുഭവങ്ങളും ഇത്തരത്തിൽ ദൈവികമായി അഭിഷിക്തമായ അടിത്തറയിൽ പണിയപ്പെട്ടവരായിരിക്കണം. ഇത്തരത്തിൽ ശലോമോൻ ആരാധനാനുഭവത്തിൽ ജീവിക്കുവാനും ദൈവിക അടിത്തറയിൽ ജീവിതം കെട്ടിപ്പടുത്തുവാനും സാധിച്ചു. അത്തരത്തിൽ ജീവിതം നയിപ്പാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ശലോമോനെ പോലെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളിലും അങ്ങയെ ഒന്നാമതായി വെക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ജീവിതം അങ്ങയുടെ വചനമാകുന്ന ശക്തമായ അടിത്തറയിൽ പണിയുവാനും അങ്ങേ പ്രസാദകരമായ ആരാധനയോട് ജീവിക്കുവാനും കൃപ നൽകണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.